ഇന്ന് നമുക്ക് ധനുഷും കൃതി സനുവിനും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന തന്റെ കാമുകിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത കാമുകന്റെയും അവന്റെ സൈക്കോ പ്രണയത്തിന്റെയും കഥ പറയുന്ന തേരേ ഇഷ്കുമൈൻ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ലഡാക്കാണ് കാണിക്കുന്നത്. ഇന്ത്യൻ ബോർഡറിന് മുകളിലായിട്ട് പെർമിഷൻ ഇല്ലാതെ ഒരു ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. അത് കണ്ട രണ്ട് ഫൈറ്റർ പൈലറ്റുമാർ ഉടൻ തന്നെ വന്ന ഫ്ലൈറ്റിനെ പറ്റി നോക്കുവാനായി പോകും. അതിലൊരാളാണ് കഥാനായകനായ ശങ്കർ. ഉയർന്ന ഉദ്യോഗസ്ഥൻ ആ ഫ്ലൈറ്റിനടുത്തേക്ക് പോകാതെ അതിനെ വീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ശങ്കർ ആ ഫ്ലൈറ്റിനടുത്തേക്ക് പോകുന്നു. അവരോടൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് കരുതിയാണ് പോകുന്നതും. എന്നാൽ എനിമിയാണെന്ന് മനസ്സിലായതും ശങ്കർ അവരെ അറ്റാക്ക് ചെയ്യുവാനായി ആരംഭിക്കുമ്പോഴോ അവർ രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ ആ ഒരു കാരണത്താൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലോ ശങ്കറിനെ ഒരുപാട് വഴക്ക് പറയും. അവർ പറഞ്ഞത് എന്തുകൊണ്ട് കേൾക്കാതെ ഫ്ലൈറ്റിനടുത്തേക്ക് പോയി എന്ന ചോദ്യത്തിന് എന്റെ മനസ്സ് പറഞ്ഞു എനിമിയാണെന്ന്, അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. നിന്റെ മനസ്സ് പറഞ്ഞാൽ നീ എന്തും ചെയ്യുമോ? എങ്കിൽ എനിമി ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതുവരെ നീ ഫ്ലൈറ്റിനടുത്തേക്ക് പോകാനേ പാടില്ല എന്നും അവന് പണിഷ്മെന്റ് കൊടുത്തു. ശങ്കറിന്റെ സ്വഭാവം അങ്ങനെയാ. അവന്റെ മനസ്സിന് എന്തു തോന്നുന്നോ അതവൻ പ്രവർത്തിക്കും. മറ്റുള്ളവരെ കുറിച്ചോ അവർ പറയുന്നതോ ഒന്നും തന്നെ ശങ്കർ ചിന്തിക്കില്ല. അവിടെയുള്ള പൈലറ്റുമാരിൽ ഏറ്റവും ബെസ്റ്റ് പൈലറ്റാണ് ശങ്കർ. അതവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ശങ്കറിന് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ശങ്കറിന് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് റിപ്പോർട്ട് അയക്കും. റിപ്പോർട്ട് കിട്ടുന്നതോ കൗൺസിലറായ മുക്തിയുടെ കയ്യിലുമാണ്. മുക്തിയാണ് കഥാനായിക. മുക്തിയും ശങ്കറിനെ പോലെ എന്തോ മാനസിക പ്രശ്നത്തിലാണ്. മാത്രവുമല്ല 9 മാസം പ്രഗ്നന്റുമാണ്. കൂടാതെ നന്നായിട്ട് മദ്യപിക്കുന്നുമുണ്ട്. അർജന്റ് കേസായതിനാൽ മുക്തി ഫയൽ ഓപ്പൺ ആക്കുമ്പോഴോ ശങ്കറിന്റെ ഫോട്ടോ കണ്ട് മുക്തിക്ക് ഷോക്കായി പോകും. മുക്തിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് കൗൺസിലിങ്ങിന് പോകില്ല എന്ന് കരുതിയാൽ അടുത്ത ദിവസം തന്നെ മുക്തി ഫ്ലൈറ്റ് കയറി ശങ്കറിന്റെ അടുത്തേക്കും എത്തി. കൗൺസിലർ വന്നതിനാൽ ശങ്കറിനെ വിളിച്ചപ്പോഴോ മുക്തിയെ കണ്ടതും ശങ്കറിന്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യഭാവമുണ്ടാകും. എനിക്ക് വോമിറ്റിംഗ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ശങ്കറിനെ കണ്ട് മുക്തി നിറകണ്ണോടെ അവനെ നോക്കി നിൽക്കുകയാണ് ചെയ്തതും. പിന്നീട് 7 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് കാണിക്കുന്നത്. മുക്തിയുടെയും ശങ്കറിന്റെയും കോളേജ് കാലഘട്ടം. ശങ്കറിന്റെ ഇത് എപ്പോഴും ദേഷ്യം വരുന്ന ക്യാരക്ടറാ. ചെറിയ കാര്യത്തിനും അവൻ തല്ലും. ഇപ്പോഴും തല്ലുകയാണ്. അതേ കോളേജിൽ PhD ചെയ്യുകയാണ് മുക്തി. ശങ്കറിന്റെ ക്യാരക്ടറിന് ഓപ്പോസിറ്റാണ് മുക്തിയുടെ ക്യാരക്ടർ. ഈ വയലന്റ് ആയ സ്വഭാവമുള്ള ആളിനെ എങ്ങനെ ശാന്തമാക്കി കൊണ്ടുവരാമെന്നാണ് മുക്തി ചിന്തിക്കുന്നതും തീസസ് ചെയ്യുന്നതും. അതിനുവേണ്ടിയിട്ടുള്ള സെമിനാർ എടുക്കുന്ന ഹാളിലേക്ക് തന്നെ ശങ്കർ ഒരാളെ തല്ലുവാനായി എത്തുന്നു. അത് കണ്ട മുക്തി ശങ്കറിന്റെ അടുത്ത് എത്തുകയും ശങ്കറിനെ തല്ലുവാനായി പോവുകയും ചെയ്യുന്നു. മുക്തിയുടെ കയ്യിൽ പിടിച്ച ശങ്കർ ആണെങ്കിൽ മുക്തിയെ കണ്ടതും അവളോട് പ്രണയം തോന്നും. അപ്പോഴേക്കും പോലീസും വന്നിരുന്നു. ഇത്രയും നല്ല സുന്ദരിയായ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അടി വാങ്ങാതെ എങ്ങനെ പോകാനാ എന്ന് പറഞ്ഞുകൊണ്ട് മുക്തിയുടെ കൈ പിടിച്ച് തന്റെ കവിളിലടിച്ചിട്ടാണ് ശങ്കർ അവിടെ നിന്ന് പോകുന്നതും. അതെല്ലാം കാണുന്ന മുക്തിക്ക് ചിരി വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ടു നിന്ന പ്രൊഫസർ ഒരിക്കലും ഈ സ്വഭാവമുള്ള ആളിനെ മാറ്റിയെടുക്കാനേ പറ്റില്ല എന്ന് പറയും. പറ്റുമെന്ന് തന്നെ മുക്തി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരാളിനെ നീ മാറ്റി കാണിക്കേ, നിന്റെ തീസിസ് ഞാൻ അപ്രൂവ് ചെയ്യുമെന്നും പ്രൊഫസർ പറയുന്നു. അതോടെ മുക്തി ശങ്കറിനെ വെച്ച് തന്നെ തെളിയിക്കണമെന്നും തീരുമാനിക്കും. ശങ്കറിനെ ഒരു പരീക്ഷണ വസ്തുവായി മാത്രമാണ് മുക്തി കാണുന്നതും. സ്റ്റേഷനിൽ നിന്നും ശങ്കറിനെ പുറത്തിറക്കിയ മുക്തി, ഞാൻ നിന്നെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് എന്റെ തീസിസ് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നീ സഹകരിക്കണമെന്നും പറയും. ഞാൻ എന്തിന് നീ പറയുന്നത് കേൾക്കണം? അതിന് നീ എന്റെ ഭാര്യയോ ലവറോ അമ്മയോ വല്ലതുമാണോ എന്നായിരുന്നു ശങ്കറിന്റെ മറുപടി. മുക്തി അതിന് മറുപടിയൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ വാലന്റൈൻസ് ഡേ ദിവസം എത്തി. ശങ്കറും കൂട്ടുകാരും കാണുന്ന ലവേഴ്സിനെയൊക്കെ പടക്കമെറിഞ്ഞ് ഓടിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മുക്തി അവനോട് ദേഷ്യപ്പെടുന്നു. ഈ വാലന്റൈൻസ് ഡേ ദിവസം എന്റെ തോളിൽ ചാഞ്ഞ് നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ എനിക്കൊരു പെണ്ണില്ല. അങ്ങനെയുള്ളപ്പോ ഇവിടെ മറ്റൊരു ലവേഴ്സും വാലന്റൈൻസ് ഡേ ആഘോഷിക്കണ്ട എന്നായിരുന്നു ശങ്കറിന്റെ മറുപടി. എന്നാൽ മുക്തി ശങ്കറിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ തോളിൽ ചാരിയിട്ട് നിനക്ക് ഞാനുണ്ടെന്ന് പറയും. ഇതല്ലേ നിനക്ക് വേണ്ടത്? ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇനി എന്റെ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കുവാനായി പറയും. എന്നാൽ ശങ്കർ പറയുന്നതോ, ഞാൻ നിന്നെ ഉറപ്പായും പ്രണയിക്കും, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാ. നീ പ്രണയിക്കുന്നെങ്കിൽ പ്രണയിച്ചോ, പക്ഷേ ഞാൻ നിന്നെ പ്രണയിക്കില്ല. വർക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതെന്നും മുക്തി കൃത്യമായി അവന് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മുക്തി പറഞ്ഞിട്ടും ശങ്കർ ഓക്കെ പറയുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവരൊരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും.
മുക്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവൻ ഉത്തരം പറയുന്നു. അതെല്ലാം അവൾ വന്ന് എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അമ്മയെപ്പറ്റി ചോദിക്കുമ്പോൾ മാത്രം മറുപടിയില്ല. കാരണം ശങ്കറിന് അമ്മയില്ല. ശങ്കർ ഇപ്പോൾ ദേഷ്യത്തിൽ ആരെ തല്ലുവാൻ പോയാലും മുക്തി വന്ന് ഇടപെട്ടാൽ അവൻ കൂളാകും. പതിയെ പതിയെ ശങ്കറിന്റെ സ്വഭാവം മാറി തുടങ്ങി. കുടിയൊക്കെ പതിയെ പതിയെ മാറ്റി തുടങ്ങി. ഗുഡ് ബോയ് ആയി എന്ന് തന്നെ പറയാം. ഇതാണ് കറക്റ്റ് സമയമെന്ന് കരുതിയ മുക്തി തീസിസ് അപ്രൂവ് ചെയ്യിക്കാനായി ശങ്കറിനെയും കൊണ്ട് പ്രൊഫസറിന്റെ അടുത്തെത്തി. എന്നാൽ പ്രൊഫസർ ഒപ്പുവെക്കാമെന്ന് കരുതിയപ്പോഴോ ശങ്കറിന്റെ കൂട്ടുകാരനെ ബസ്സിൽ വെച്ച് ആരോ തലതല്ലി പൊളിച്ചു എന്ന് പറഞ്ഞ് കോൾ വരും. ശങ്കർ ഉടനെ തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നതും. ബസ് അടിച്ചു തകർത്ത് ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും തല്ലിച്ചതച്ചു. അവിടേക്കെത്തിയ മുക്തി ശങ്കറിനെ കൂളാക്കുവാനായി നോക്കും. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ ശങ്കർ കൂളാകും. ഉടനെ മുക്തി ശങ്കർ തല്ലിയ പ്രായമായ ആ ഡ്രൈവറിനോട് ശങ്കറിനെ തിരികെ തല്ലുവാനായും പറഞ്ഞു. നീ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം, തിരികെ അയാളെ തല്ലരുതെന്നും മുക്തി പ്രത്യേകം ശങ്കറിനോട് പറയുന്നു. എന്നാൽ മുക്തി പറഞ്ഞത് കേട്ട് ഡ്രൈവർ തല്ലുമ്പോഴോ ശങ്കർ അയാളെ തിരിച്ചു തല്ലും. മുക്തി എത്ര പറഞ്ഞിട്ടും ശങ്കർ കേൾക്കുന്നതേയില്ല. ഞാൻ എന്തിനു കേൾക്കണം? നീ എന്നോട് ഫൺ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ബോറടിച്ചു തുടങ്ങിയെന്നും പറയുന്നു. ഇത്രയും നാളായിട്ട് മുക്തിയോടൊപ്പം നടക്കുന്നത് കൊണ്ട് അങ്ങനിങ്ങനൊന്നും ചെയ്യുന്നില്ലേ എന്ന് കൂട്ടുകാർ കളിയാക്കി. കൂട്ടുകാരാണ് അവനോട് ഫൺ ചെയ്യുവാനായും പറഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ് ശങ്കർ അവളോട് അങ്ങനെ ചോദിച്ചത്. എന്നാൽ ശങ്കർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മുക്തിക്ക് മനസ്സിലായി. ഓക്കെ ശരി, അയാൾ അടിച്ചാൽ നീ തിരിച്ചടിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഫൺ ചെയ്യാമെന്നും മുക്തി പറയുന്നു. അതുപോലെ തന്നെ ശങ്കർ ചെയ്തു. തിരിച്ചടിച്ചില്ല. അത് പ്രൊഫസർ കാണുന്നുമുണ്ട്. അങ്ങനെ മുക്തി ശങ്കറിനെ കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് പോയി റൂം എടുക്കും. റൂമിലെത്തിയപ്പോഴോ മുക്തി ഉടനെ തന്നെ ടീഷർട്ട് അഴിച്ചിട്ട് വാ ഫൺ ചെയ്യാമെന്ന് പറയും. എന്നാൽ പെട്ടെന്ന് ഷോക്കായി പോയ ശങ്കർ ആണെങ്കിലോ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. കാര്യമന്വേഷിച്ചു വന്ന മുക്തിയോട് എനിക്ക് മൂടില്ല, നീ ടീഷർട്ട് അഴിച്ചത് നിന്റെ വർക്കിന് വേണ്ടിയിട്ട്, പക്ഷേ ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യുന്നതോ എനിക്ക് പ്രണയമുള്ളത് കൊണ്ടും പെട്ടെന്നൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാനാകില്ല എന്നും അവൻ പറയുന്നു. മാത്രവുമല്ല അവളുടെ തീസിസ് അപ്രൂവ് ചെയ്യിക്കുവാനായിട്ട് അവൻ സഹായിക്കാമെന്ന് പറയും. പിന്നീട് കോളേജിൽ നല്ലവനായി പെരുമാറുവാനായും തുടങ്ങി. എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പ്രൊഫസറും അത് കാണുന്നുണ്ട്. പ്രൊഫസറിനെയും അവൻ സഹായിക്കും. ഒടുവിൽ മുക്തിയുടെ തീസിസ് പ്രൊഫസർ സൈൻ ചെയ്തു കൊടുക്കുന്നു. കാരണം ശങ്കർ അത്രയ്ക്കും വേണ്ടിയിട്ട് മാറിയിരുന്നു. സന്തോഷമായ മുക്തി ശങ്കറിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഇമോഷണലായ ശങ്കർ ആണെങ്കിൽ അവന്റെ അമ്മ മരിച്ചുപോയ കാര്യവും മുക്തിയെ ഒരുപാട് ഇഷ്ടമാണെന്നും ഒരിക്കലും തന്നെ വിട്ടിട്ട് പോകരുതെന്നും പറഞ്ഞ് കരയും. അത് കേട്ട് മുക്തിയും കരഞ്ഞു പോകും. എന്നാൽ അപ്പോൾ അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. കാറിൽ നിന്നിറങ്ങിയ ആളിനെ കണ്ടതും മുക്തി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുന്നു. അവളുടെ ബോയ് ഫ്രണ്ടായ അബീർ ആയിരുന്നു അത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ രണ്ടുപേരും കാണുന്നത്. ആ കാഴ്ച കാണുന്ന ശങ്കറിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ അവസാനിച്ച് പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നതും. വൊമിറ്റ് ചെയ്യാനായി വരുന്നു എന്ന് പറഞ്ഞു പോയ ശങ്കർ ദേഷ്യം കൺട്രോൾ ചെയ്ത് വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ക്യാൻറ്റീനിലിരുന്ന് മുക്തിയോട് സംസാരിക്കും. മുക്തിയാണെങ്കിൽ വളരെ ഇമോഷണലായി ശങ്കറിനോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിന്നെ കാണുന്നത് എന്നൊക്കെ വളരെ സങ്കടത്തോടെ അവൾ പറയുമ്പോഴും ദേഷ്യം കടിച്ചമർത്തിയിരിക്കുകയാണ് ശങ്കർ. അപ്പോഴേക്കും അവരുടെ ആ ഒരു എയർഫോഴ്സ് ഓഫീസിലേക്ക് എനിമി അറ്റാക്ക് ഉണ്ടായി. എന്നാൽ ശങ്കർ ആണെങ്കിലോ പ്രഗ്നന്റ് ആയ മുക്തിയെ എങ്ങനെയൊക്കെയോ സേഫ് ആക്കിയിട്ട് തന്റെ ഡ്യൂട്ടി ചെയ്യുവാനായും പോകുന്നുണ്ട്. മുക്തിയോട് പ്രണയമുണ്ടാഞ്ഞിട്ടല്ല അവൻ അവളെ രക്ഷിച്ചത്. അവന്റെ കടമയാണ് ഒരാളുടെ ജീവൻ പോലും പോവാതെ നോക്കേണ്ടതും. അങ്ങനെ ശങ്കർ ആണെങ്കിൽ തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനടുത്തെത്തി. ബാക്കിയുള്ള എല്ലാവരും ഈ വന്ന എനിമികൾക്ക് റിപ്ലൈ കൊടുക്കുവാനായി പോകുമെങ്കിലും പക്ഷേ ശങ്കറിന് മാത്രം കഴിയുന്നില്ല. കാരണം മുക്തിയുടെ കയ്യിൽ നിന്നും സൈൻ ചെയ്ത് വാങ്ങണമായിരുന്നു. അവനൊരു പ്രശ്നവുമില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നതും. ശങ്കറിന് തന്റെ ഫ്ലൈറ്റ് പറത്താനാകാത്തത് കൊണ്ട് തന്നെ സങ്കടത്തോടുകൂടി നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സത്യത്തിൽ അന്ന് മുക്തിയെ കാണാനായിട്ട് വന്ന അബീർ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അവളുടെ ലവർ ഒന്നുമല്ല, ഫാമിലി ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ മുക്തിയും അബീറും ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. അങ്ങനെ രണ്ടുപേരും പബ്ബിലിരിക്കുന്ന സമയം അവിടേക്ക് ഒരു കുപ്പി പെട്രോളുമായിട്ട് ശങ്കർ വരുന്നുണ്ട്. ശങ്കർ ഉടനെ തന്നെ അബീറിന്റെ ദേഹത്തും ശങ്കറിന്റെ ദേഹത്തും പെട്രോൾ ഒഴിക്കും. മുക്തിയുടെ കയ്യിൽ ലൈറ്റർ കൊടുത്തിട്ട് ഇതിൽ ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവനെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരാളെ കൊളുത്തി വിടുവാനായും പറയുന്നു. പക്ഷേ അത് കണ്ട് പേടിച്ച മുക്തിയാണെങ്കിൽ ശങ്കറിന്റെ കാലിൽ വീണ് കെഞ്ചി എങ്ങനെയൊക്കെയാണ് അവനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. മുക്തിയുടെ സ്റ്റാറ്റസ് വേറെ, ശങ്കറിന്റെ സ്റ്റാറ്റസ് വേറെയാണ്. ശങ്കർ ആണെങ്കിൽ ഒരു പാവപ്പെട്ട ഫാമിലിയിലുള്ളതും, പക്ഷേ മുക്തിയാണെങ്കിലോ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യം രണ്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് കരുതി മുക്തി ഉടനെ തന്നെ ശങ്കറിന്റെ വീട്ടിലേക്ക് വരും.
വീട്ടിലെത്തി മുക്തിയാണെങ്കിലോ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുവാനായി നോക്കുമെങ്കിലും ശങ്കറിനും അവന്റെ അച്ഛനും അതൊന്നും മനസ്സിലാകുന്നതേയില്ല. എന്നാൽ ശരി, നീ നാളെ വന്ന് എന്റെ അച്ഛനെ ഒന്ന് കാണണം അവൾ പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ അവൾ ഉദ്ദേശിച്ചത് അവളെ അച്ഛനെ വന്ന് കണ്ടിട്ട് അവൾ ഏത് ലെവലിലാണ് ജീവിക്കുന്നതെന്ന് ശങ്കറിനെ മനസ്സിലാക്കണം എന്ന് മാത്രമായിരുന്നു. എന്നാൽ ശങ്കറും അച്ഛനും കരുതിയതോ പെണ്ണ് ചോദിക്കുവാനായിട്ടാണ് വീട്ടിലേക്ക് ക്ഷണിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ അച്ഛനും ശങ്കറും കൂട്ടുകാരനും ചേർന്ന് ഡ്രസ്സൊക്കെ എടുക്കുകയാണ് കല്യാണത്തിനും വേണ്ടി. അടുത്ത ദിവസം തന്നെ ശങ്കർ മുക്തിയുടെ വീട്ടിലെത്തി. മുക്തിയുടെ വീടിന് മുന്നിലായിട്ട് ഒരുപാട് ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറി ചെല്ലുകയാണ് ശങ്കർ. അവിടെ ഒരുപാട് പോലീസുകാരും ഒക്കെ നിൽക്കുന്നുണ്ട്. മുക്തിയുടെ അച്ഛനെ കാണും. അച്ഛനാണെങ്കിലോ IAS ഓഫീസറും ജോയിന്റ് സെക്രട്ടറിയും ഒക്കെയാണ്. മുക്തിയുടെ അച്ഛനാണെങ്കിൽ ശങ്കറിനെ കണ്ടതും ഒരുപാട് അപമാനിക്കും വിധമാണ് സംസാരിക്കുന്നതും. കാരണം അച്ഛന്റെ ലെവൽ ഏത്, ശങ്കറിന്റെ ലെവൽ ഏത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അപമാനിക്കുന്നു. മുക്തിയുടെ അച്ഛൻ ശങ്കറിനോട് പറയും, ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിച്ചത് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയതിന് ശേഷം മാത്രമാ. എന്നാൽ നീയാണെങ്കിലോ ചോറ് കഴിക്കാനായിട്ട് ഒരു വകയില്ലാതെ നടക്കുന്ന നീയാണ് കല്യാണം കഴിക്കാൻ നടക്കുന്നത്. ഓ, നിനക്ക് എന്റെ മകളെ കല്യാണം കഴിച്ച് നിനക്ക് എന്റെ ലെവലിൽ നിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള രീതിയിലൊക്കെ മുക്തിയുടെ അച്ഛൻ അപമാനിക്കും. അത് കേട്ട് ശങ്കർ മറുപടി പറയുന്നതോ, നിങ്ങൾ ഈ ലെവലിൽ എത്തുവാൻ വേണ്ടിയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് ചോദിക്കും. അത് കേട്ട് ചിരിച്ചുകൊണ്ട് മുക്തിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ UPSC എന്ന് കേട്ടിട്ടുണ്ടോ? UPSC എക്സാം എഴുതി. അതിൽ പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ കൂടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാ ഞാൻ ഈ ലെവലിൽ എത്തി നിൽക്കുന്നതെന്നും പറയും. ഓ, അപ്പോൾ ഇതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ലെവലിലാകുമോ എന്നവൻ ചോദിക്കുമ്പോൾ, ആദ്യം നീ പോയി പ്രിലിംസ് എങ്കിലും പാസ്സായിട്ട് വാ എന്ന് പറഞ്ഞ് മുക്തിയുടെ അച്ഛൻ അവനെ കളിയാക്കും. അതിനു മറുപടിയായിട്ട് ശങ്കർ പറയുന്നത്, ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മകളെ വിളിക്കും. അന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രിലിംസ് പാസ്സായിട്ടുണ്ടാകും. അതുവരെ ഞാൻ നിങ്ങളുടെ മകളെ വിളിക്കത്തേയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവന് പിന്നാലെ മുക്തി വരികയാണ്. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, നീ എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ പ്രണയിക്കുന്നുണ്ട്. മൃഗമായിട്ട് നടന്ന എന്നെ മനുഷ്യനാക്കി മാറ്റിയത് നീയാ. ആ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. നിന്നെ ഞാൻ ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ല. പക്ഷേ നിന്റെ ഫോണിലേക്ക് എന്റെ കോള് വരും. എന്റെ പേര് കാണുമ്പോൾ നീ കോൾ എടുക്കണം. അന്ന് ഞാൻ ഈ പ്രിലിംസ് പാസ്സായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ അമ്മയുടെ 2 വളയും അവളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇത് നീ സൂക്ഷിച്ചു വെക്കണം. എന്റെ അച്ഛൻ നിനക്ക് വേണ്ടി തന്നതാണെന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് നേരെ അച്ഛനടുത്തേക്ക് എത്തിയ ശങ്കർ ആണെങ്കിൽ UPSC എക്സാം എന്താണെന്ന് അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കും. നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്ന് അച്ഛൻ പറയുമ്പോഴും ഞാൻ ഈ ഒരു എക്സാം എഴുതിയെടുത്തിരിക്കുമെന്നും ശങ്കറും പറയുന്നു. അന്നു മുതൽ ശങ്കർ ആണെങ്കിൽ രാപകലില്ലാതെ UPSC എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുവാനായി ആരംഭിച്ചു. ആദ്യത്തെ എക്സാം എഴുതി, പക്ഷേ അതിൽ ഫെയിലായി. എന്നാൽ ഇതിനിടയിൽ വെച്ച് മുക്തിയാണെങ്കിലോ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് US പോയിരുന്നു. അങ്ങനെ ശങ്കർ ആണെങ്കിൽ രണ്ടാമതും അറ്റൻഡ് ചെയ്യുകയാണ്. അതിലും അവൻ ഫെയിലായി പോകുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോയിട്ട് മൂന്നാമതും എക്സാം അറ്റൻഡ് ചെയ്യും. പക്ഷേ ആ മൂന്നാമത്തെ എക്സാമിൽ അവൻ പാസ്സാവുകയാണ്. ഉടനെ തന്നെ അച്ഛനടുത്ത് വന്ന് ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കും. പ്രിലിംസ് പാസ്സായെന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ അവനെ ഓഫീസറായി തന്നെ കണ്ടു. 3 വർഷത്തെ കഷ്ടപ്പാടിന് ശങ്കറിനിപ്പോൾ ഫലം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഈ 3 വർഷത്തിനിടയിൽ വെച്ച് മുക്തി US ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോയിട്ട് അവിടെ വെച്ച് ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായി. അവനെ ഇപ്പോൾ നാട്ടിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നടത്തുകയാണ്. ആ ഫംഗ്ഷനിൽ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് മുക്തി. മുക്തി തന്റെ കാമുകനെയും ആ ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മുക്തി സൈക്കോളജിയിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡിഫൻസിൽ മെഡിക്കൽ കൗൺസിലറായിട്ടും മുക്തിക്ക് ജോലി കിട്ടി. ആ ഒരു സന്തോഷവും അവൾ എല്ലാവരോടും പറയുന്നുണ്ട്. അതേസമയമായിരുന്നു ശങ്കറിന്റെ കോൾ അവൾക്ക് വരുന്നതും. അപ്പോഴാണ് അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെ മുക്തിക്ക് മനസ്സിലായതും. എന്നാൽ ശങ്കർ കോൾ ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷനിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുക്തിക്കൊപ്പം അവളുടെ കാമുകൻ നിൽക്കുന്നതും ശങ്കർ കാണുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, മുക്തി കോൾ എടുക്കാതെ നിൽക്കുന്നത് കണ്ട് ശങ്കറിന് വല്ലാതെ ദേഷ്യം വരും. ശങ്കറിനെ ആ ഫംഗ്ഷനിൽ വെച്ച് മുക്തി കാണുകയും ചെയ്യുന്നുണ്ട്. ശങ്കർ ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകും. അപ്പോഴാണ് മുൻപ് ശങ്കർ പറഞ്ഞൊരു കാര്യം മുക്തിക്ക് ഓർമ്മ വരുന്നത്. അവൻ പ്രിലിംസിൽ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അവളെ കോൾ ചെയ്യൂ. തന്റെ പേര് മൊബൈലിൽ കാണുകയാണെങ്കിൽ താൻ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസ് പാസ്സായി എന്ന് നീ കരുതിക്കൊള്ളണമെന്നും അവൻ പറഞ്ഞിരുന്നത് ഓർമ്മ വന്നു. മുക്തി ഉടനെ തന്നെ UPSC എക്സാമിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് നോക്കുമ്പോൾ ശങ്കറിന്റെ പേര് അതിലുണ്ടായിരുന്നു. അത് കാണുന്ന മുക്തിക്ക് ഒരുപാട് സന്തോഷമാകും. എന്നാൽ മുക്തിയോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്ന ശങ്കർ കുപ്പികളിൽ നിറയെ പെട്രോളും ഒഴിച്ച് മുക്തിയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ പാർട്ടി നടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എല്ലായിടത്തും ഈ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുകയും അവിടെ മാകെ തീ പിടിക്കുകയും ചെയ്തു.
പുറത്ത് നല്ല പ്രശ്നങ്ങൾ നടക്കുകയാണെന്നും അതിന് കാരണം ശങ്കറാണെന്നും മനസ്സിലാക്കി മുക്തി ഉടനെ തന്നെ ശങ്കറിന്റെ അടുത്തേക്കും എത്തി. ഇങ്ങനെയൊന്നും കാണിക്കരുത്, നീ എക്സാം പാസ്സായി നിൽക്കുകയാ, നിനക്ക് ഈ പോലീസ് കേസ് വല്ലതുമായി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ജോലി കിട്ടില്ല എന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ ആവശ്യം ജോലിയൊന്നുമല്ലായിരുന്നു. ഞാനത് സ്വപ്നം കണ്ടിട്ടേ ഇല്ലടി എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യത്തിലാണ് അവൻ സംസാരിക്കുന്നത്. അവിടേക്ക് മുക്തിയുടെ കാമുകൻ വരുമെങ്കിലും ഞാൻ പറഞ്ഞാൽ ഇവൻ കേൾക്കും, എനിക്കിവനെ കോളാക്കാൻ കഴിയുമെന്നും അവൾ പറയുന്നു. അതും കൂടി കേട്ടതോടുകൂടി ശങ്കറിന്റെ ദേഷ്യം ഒരുപാട് കൂടുകയാണ്. എന്നാൽ മുക്തി ഉടനെ തന്നെ അവനെയും വിളിച്ചുകൊണ്ട് ടെറസിലേക്ക് പോകും. പക്ഷേ ആദ്യമൊക്കെ ശങ്കർ അവളോട് ദേഷ്യത്തിൽ സംസാരിക്കുമെങ്കിലും പിന്നീട് അവൻ കൂളാവുകയാണ്. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല മുക്തി, എന്റെ ദേഹം ആകെ ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നുന്നു. ഒന്നുകിൽ നീ എന്നെ കൊന്നുകളാ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് താഴേക്ക് ചാടി മരിക്കാമെന്നും അവൻ പറയുന്നു. എന്നാൽ ഇതിന് രണ്ടിനും എനിക്ക് കഴിയില്ല. ഒരു കാര്യം ചെയ്, നീ എന്നെ കൊന്നുകള എന്ന് പറഞ്ഞ് മുക്തിയാണെങ്കിലോ അവന്റെ കയ്യിൽ തോക്ക് കൊടുക്കും. പക്ഷേ മുക്തിയെ കൊല്ലുവാനായിട്ട് ശങ്കറിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ എത്ര ഇമോഷണലായി സംസാരിച്ചാലും ഒരിക്കലും മുക്തിക്ക് അവനോട് പ്രണയം തോന്നില്ല. അവനെ വെറും ഫ്രണ്ടായിട്ട് മാത്രമാണ് മുക്തി കണ്ടതും. ആ ഒരു കാര്യം അവൾ അവനോട് പറയുന്നുമുണ്ട്. വേറെ ഒന്നും പറയാൻ കഴിയാതെ ശങ്കർ ആണെങ്കിലോ അവിടെ നിന്നും എഴുന്നേറ്റ് പോകും. അപ്പോഴേക്കും മുക്തിയുടെ അച്ഛൻ ഏർപ്പാടാക്കിയ പോലീസുകാർ അവിടെ വന്നിരുന്നു. അവളുടെ മുന്നിലിട്ട് തന്നെ തല്ലി ചതച്ച് അവനെ സ്റ്റേഷനിലേക്കും കൂട്ടിക്കൊണ്ടു പോകും. വിവരമറിഞ്ഞ് ശങ്കറിന്റെ അച്ഛൻ മുക്തിയുടെ അച്ഛനെ കാണുവാനായി വരും. അവൻ ഇതുവരെയും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഈ ഒരു തവണത്തേക്ക് അവനോടൊന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മുക്തിയുടെ അച്ഛന്റെ കാലിൽ വീഴുന്നു. പക്ഷേ മുക്തിയുടെ അച്ഛനാണെങ്കിലോ ക്ഷമിക്കുവാനായും തയ്യാറായില്ല. ഒരുപാട് കെഞ്ചുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്യാം, എന്റെ കാലിൽ മാത്രം വീണ് മാപ്പ് പറഞ്ഞാൽ പോരാ, ഇവിടെയുള്ള എല്ലാവരുടെയും കാലിൽ വീണ് നിങ്ങൾ മാപ്പ് പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ ഞാൻ വെറുതെ വിടാമെന്നും മുക്തിയുടെ അച്ഛൻ പറയുന്നു. അത് കേട്ട് ഉടനെ തന്നെ ശങ്കറിന്റെ അച്ഛനാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കാലിൽ വീണ് മാപ്പ് പറയുകയാണ്. മുക്തിയുടെ വീട്ടിലെ ജോലിക്കാരുൾപ്പെടെ എല്ലാവരുടെയും കാലിൽ വീഴുന്നു. ഒടുവിൽ ശങ്കറിനെ വെറുതെ വിടുവാനായിട്ടും മുക്തിയുടെ അച്ഛൻ തയ്യാറായി. ശരി, നിങ്ങൾ സ്റ്റേഷനിലേക്ക് ചെല്ല്, നിങ്ങളുടെ മകനെ വെറുതെ വിടുമെന്നും മുക്തിയുടെ അച്ഛൻ പറഞ്ഞു. അത് കേട്ട് സന്തോഷത്തിൽ ഉടനെ തന്നെ ശങ്കറിന്റെ അച്ഛനാണെങ്കിലോ സ്റ്റേഷനിലേക്ക് എത്തും. ശങ്കറിനെ അടിച്ച് ഒരു പരുവമാക്കിയിരുന്നു. അവന് നടക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂട്ടറിൽ അവനെ കയറ്റിയിരുത്തിയിട്ട് ശങ്കറിന്റെ അച്ഛനാണെങ്കിലോ അച്ഛന്റെ വയറ്റിലും അവന്റെ വയറ്റിലും തുണി വെച്ച് കെട്ടുകയാണ്. സ്കൂട്ടർ ഓടിച്ചു പോകുന്ന സമയത്തെല്ലാം ശങ്കറിനോട് കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അവൻ ഫ്ലൈറ്റിൽ പോകാൻ ആഗ്രഹിച്ചുവെന്നും അതിനച്ഛന് കഴിയാത്തത് കൊണ്ട് തന്നെ സൈക്കിളിലിരുത്തി സ്പീഡിന് സൈക്കിൾ ചവിട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ അത് പറയുന്നതും. കുട്ടിക്കാലത്ത് അങ്ങനെ പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ സ്കൂട്ടർ ആണെങ്കിൽ സ്പീഡിന് ഓടിക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ സ്കൂട്ടർ വഴിയിൽ മറിഞ്ഞു വീഴുകയും അച്ഛന്റെ തല തറയിൽ വന്നിടിച്ച് അച്ഛൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ശങ്കറിന് ആകെ ഉണ്ടായിരുന്ന ബന്ധം അവന്റെ അച്ഛൻ മാത്രമായിരുന്നു. അച്ഛൻ കൂടി പോയതോടുകൂടി ശങ്കർ ഒരു അനാഥനായി മാറി. ശങ്കർ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ശങ്കറും കൂട്ടുകാരനും കൂടി അച്ഛന്റെ ഡെഡ് ബോഡിയുമായിട്ട് നേരെ കാശിയിലേക്ക് പോകും. അവിടെ വെച്ചാണ് ചടങ്ങുകളൊക്കെ നടത്തുന്നതും. അതേസമയം മറ്റൊരു വശത്ത് മുക്തിയുടെ കല്യാണ ചടങ്ങുകളെല്ലാം നടക്കുകയാണ്. ശങ്കർ വന്നത് പോയതിൽ പിന്നെ മുക്തിയുടെ മനസ്സ് മുഴുവൻ ശങ്കറിനെ കുറിച്ചായിരുന്നു ചിന്ത. ശങ്കറിന്റെ അച്ഛന് വേണ്ടിയിട്ട് അവൻ ചടങ്ങുകളൊക്കെ നടത്തുന്ന സമയത്ത് ശങ്കറിന്റെ അടുത്തേക്ക് ഒരു സ്വാമി വരും. അവളുടെ പേര് മുക്തി എന്നല്ലേ എന്നും ശങ്കറിനോട് ചോദിക്കുന്നു. അതേ എന്ന് അവൻ മറുപടി പറയും. എന്നിട്ട് സ്വാമി ഒരു കാര്യം കൂടി പറയുന്നു. ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിൽ പോലും നിനക്ക് മുക്തിയെ കിട്ടില്ല. ജീവിതത്തിൽ മാത്രമല്ല മരണത്തിൽ പോലും മുക്തിയെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നീ എന്തുമാത്രം ഈ പ്രണയത്തിന് വേണ്ടിയിട്ട് കരഞ്ഞു നീ നടന്നു, ഒരുപാട് അനുഭവിച്ചു. മുക്തി ഒരിക്കൽ നിന്റെ കാലിൽ വീണ് അവളെ നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവൾ കരയുമെന്നും സ്വാമി പറഞ്ഞിട്ട് ചടങ്ങുകളെല്ലാം നടത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നതും. അങ്ങനെ മുക്തിയുടെ കല്യാണത്തിന്റെ ഹൽദി ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അവിടേക്ക് കാലൊന്നും വയ്യാതെ ഞൊണ്ടി ഞൊണ്ടിയാണ് ശക്തി എത്തുന്നതും. അവന്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ടായിരുന്നു. എല്ലാവരും കരുതിയത് ആസിഡ് ആയിരിക്കുമെന്നാണ്. അവൻ ആ ഒരു ബോട്ടിൽ തുറന്ന് ആ വെള്ളം അവളുടെ ദേഹത്തേക്ക് ഒഴിക്കും. തലയിലൂടെയാണ് ഒഴിക്കുന്നതും. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ മരിച്ചതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഗംഗാജലമാണ് ഞാൻ ഈ കൊണ്ടുവന്നത്. പഴയ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഗംഗാതീർത്ഥം അവളുടെ തലയിൽ ഒഴിക്കുന്നതും. എന്നിട്ട് ഒരു കാര്യം കൂടി ശങ്കർ പറയുന്നുണ്ട്. നിനക്ക് ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും. എങ്കിൽ മാത്രമേ പ്രണയം കാരണം മരണപ്പെട്ടു പോകുന്ന ഓരോരുത്തരും ഏതോ ഒരച്ഛന്റെ മക്കളാണെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാകൂ എന്നുള്ളതും പറഞ്ഞ് അവളെ ശപിച്ചിട്ടാണ് അവിടെ നിന്ന് ശങ്കർ പോകുന്നതും. അതോടുകൂടി മുക്തി ആകെ തകർന്നു പോകുന്നു. അന്നാണ് അവർ രണ്ടുപേരും അവസാനമായി കാണുന്നതും.
എന്നാൽ ശങ്കർ അങ്ങനെ ശാപമൊക്കെ പറഞ്ഞിട്ട് പോയതിനു ശേഷവും മുക്തിയുടെ മനസ്സിൽ നിന്നും അതൊന്നും പോയിട്ടേയില്ല. കല്യാണത്തിന് പോലും അവൾക്ക് സന്തോഷമില്ലാതായി. വിവാഹ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവൾ ഒട്ടും സന്തോഷമില്ലാതെ നിൽക്കുകയാണെന്നുള്ള കാര്യം അവളെ കല്യാണം കഴിക്കാൻ വന്ന അവളുടെ കാമുകന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം നടത്തണ്ട എന്ന് ചിന്തിച്ച് അവളെ അതിൽ നിന്നെല്ലാം ഫ്രീ ആക്കി വിടുകയാണ് കാമുകനും. മുക്തി അവിടെ നിന്ന് നേരെ പോകുന്നതോ ശങ്കറിന്റെ വീട്ടിലേക്കും. എന്നാൽ ശങ്കറിന്റെ വീട് പൂട്ടിയിരുന്നു. അവിടെ ആരുമില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മുക്തി ശങ്കറിനെ അന്വേഷിച്ച് അവിടെയൊക്കെ അലഞ്ഞു നടന്നു. അവനാണെങ്കിൽ വീട്ടിൽ വരുന്നതുമില്ല. എവിടെ പോയെന്നും അവൾക്കറിയത്തില്ല. എന്നാൽ ശങ്കർ എങ്ങനെയെങ്കിലും മരിക്കാൻ വേണ്ടിയിട്ട് തലയിൽ തോക്കും ചൂണ്ടിയിരിക്കുന്ന സമയം അതുവഴി ഫ്ലൈറ്റ് പറന്നു പോകുന്നത് അവൻ കാണുന്നു. ശങ്കറിനൊപ്പം ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോകണമെന്ന് അച്ഛൻ ആഗ്രഹം പറഞ്ഞിരുന്നതും ശങ്കറിന് ഓർമ്മ വരുന്നു. അങ്ങനെയാണ് ശങ്കർ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നതും. എന്നാൽ ശങ്കറിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ മുക്തിയുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് മദ്യപിക്കുവാനൊക്കെ തുടങ്ങി. മാത്രവുമല്ല, ഇപ്പോൾ മുക്തിയുടെ മനസ്സ് നിറയെ ശങ്കറാണ്. ശങ്കറിനെ മാത്രം വിവാഹം കഴിക്കണം എന്നാണ് അവളുടെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ ദിവസവും അവൾ മദ്യപിക്കുവാനായും തുടങ്ങി. മദ്യപിച്ച് അവസാനം അവളുടെ ലിവറിന് വരെ ഡാമേജ് സംഭവിച്ചു. എപ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ബ്ലഡും വന്നുകൊണ്ടേയിരുന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയായി. തന്റെ മകളുടെ ഈ ഒരു അവസ്ഥ കണ്ട് അവളുടെ അച്ഛന് സഹിക്കാനായില്ല. അച്ഛനും ഏകദേശം തകർന്നൊരവസ്ഥയിലിരിക്കുകയാണ്. ഇങ്ങനെ അവൾ പോയാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച അച്ഛനാണെങ്കിൽ അവളെ ഒരുപാട് നിർബന്ധിച്ച് അവളെ ആദ്യം കല്യാണം കഴിക്കാൻ വന്ന അവളുടെ കാമുകനായിട്ടുള്ള ആളില്ലേ, അയാളെ കൊണ്ട് തന്നെ അവളെ വീണ്ടും വിവാഹം കഴിപ്പിച്ചു. അയാളാണെങ്കിൽ നേവി ഓഫീസറാണ്. വിവാഹം കഴിഞ്ഞിട്ടും അവൾ മദ്യപാനമൊക്കെ തുടർന്നു കൊണ്ടേയിരുന്നു. അച്ഛനതൊന്നും സഹിക്കാൻ വയ്യാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ മുക്തി പ്രഗ്നന്റ് ആയല്ലോ. പ്രഗ്നന്റ് ആയിട്ടും അവളുടെ മദ്യപാനത്തിനൊന്നും ഒരു കുറവുമില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ശങ്കറിനിപ്പോൾ ഫൈറ്റ് ചെയ്യുവാനായി പോകണം. എന്നാൽ മുക്തിയുടെ ഒരു ഒപ്പുണ്ടെങ്കിൽ മാത്രമേ ശങ്കറിന് ഇനി ഫൈറ്റ് ചെയ്യുവാനായും പറ്റൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒപ്പിട്ട് തരണമെന്നും ശങ്കർ മുക്തിയോട് ആവശ്യപ്പെടും. എന്നാൽ മുക്തി പറയുന്നത് പറ്റില്ല, നീ പോയി കഴിഞ്ഞാൽ നീ ജീവനോടെ തിരികെ വരില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. നീ എന്നെ സ്വീകരിക്കണമെന്നും അവൾ പറയും. എന്നാൽ ശങ്കർ ആണെങ്കിൽ എനിക്കതിനൊന്നും കഴിയത്തില്ല. നീ ഒപ്പിട്ടുതാ. ഞാൻ ജീവനോടെ വരുമോ ഇല്ലയോ എന്നുള്ളത് നീ തിരക്കേണ്ട ആവശ്യമില്ല. ആ സമയമൊക്കെ കഴിഞ്ഞുവെന്നും ശങ്കർ അവളോട് ക്രൂരമായി തന്നെ പറയും. എന്തൊക്കെ പറഞ്ഞാലും എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മുക്തി അവന്റെ കാലിൽ തന്നെ വീഴുകയാണ്. എന്താണോ സ്വാമി പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതും. എന്നാൽ ശങ്കർ ആണെങ്കിലോ എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് മുക്തിയുടെ കാലിൽ വീഴുന്നു. ഒരാൾ എന്നെ സ്വീകരിക്കണമെന്നും ഒരാൾ എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് കെഞ്ചും. അതേസമയം തന്നെ മുക്തിക്ക് പ്രസവ വേദന വരികയും ഒരുപാട് രക്തം പോവുകയും ചെയ്തു. ഉടനെ തന്നെ ശങ്കർ അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. എന്നാൽ മുക്തി പറയുന്നത്, നീ എന്നെ വിട്ടിട്ട് പോകരുത്. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കുഞ്ഞിനെ നീ വളർത്തണം. എന്റെ ഹസ്ബൻഡും എന്തായാലും ജീവനോടെ തിരികെ വരില്ല. INS വിജയിലാണ് അദ്ദേഹവും നിൽക്കുന്നത്. കുഞ്ഞ് എന്റെയും എന്റെ ഹസ്ബൻഡിന്റെ ആണെങ്കിലും നിന്നെ കണക്കായിരിക്കും ഇരിക്കുക. കാരണം ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നീ എന്റെ കുഞ്ഞിനെ വളർത്തണം. എന്റെ കുഞ്ഞിനെ ഒറ്റയ്ക്കാകരുതെന്നും അവൾ അവനോട് കെഞ്ചി പറയുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും ഫൈറ്റിന് പോകണമെന്ന് മാത്രമായിരുന്നു ശങ്കറിന്റെ മനസ്സിലെ ലക്ഷ്യവും. ശങ്കർ അവളോട് പറയുന്നുണ്ട്, ഒരിക്കലും നിന്റെ കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. ഞാൻ തിരികെ വരും. നിനക്ക് എങ്ങനെയെങ്കിലും ഒപ്പിട്ട് തരണം. ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടില്ലേ? ഞാൻ തിരികെ വന്നില്ലെങ്കിലും നിന്റെ ഹസ്ബൻഡെങ്കിലും തിരികെ വരുമെന്നും അവൻ അവൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെ മുക്തിയാണെങ്കിൽ ഒപ്പിട്ട് നൽകുകയാണ്. മുക്തിയുടെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കില്ല എന്ന് ശങ്കർ വാക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ് മുക്തി ഒപ്പിട്ട് കൊടുത്തതും. അങ്ങനെ ശങ്കറാണെങ്കിൽ ആ ഒരു പേപ്പറുമായിട്ട് തന്റെ സീനിയർ ഉദ്യോഗസ്ഥനടുത്തേക്ക് എത്തി. ഉദ്യോഗസ്ഥനാണെങ്കിൽ അവന് പെർമിഷനും കൊടുത്തു. അങ്ങനെ ശങ്കർ ഫൈറ്റിനായിട്ട് തന്റെ ഫ്ലൈറ്റും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ പാകിസ്ഥാനിൽ നിന്നുള്ള ശത്രുക്കളാണെങ്കിൽ ഇന്ത്യൻ നേവിയുടെ INS വിജയിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിലാണ് നമ്മുടെ മുക്തിയുടെ ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നതും. അതേ സമയം തന്നെയായിരുന്നു ശങ്കർ ആണെങ്കിൽ അവിടേക്ക് വരുന്നതും. പാകിസ്ഥാൻ സൈനികർ ഉടനെ തന്നെ ശങ്കറിന്റെ ഫ്ലൈറ്റിനെ ആക്രമിക്കുമെങ്കിലും ശങ്കർ ഒരുപാട് തന്നെ രക്ഷപ്പെടുവാനായിട്ടും ആ ഒരു ഷിപ്പിനെ തകർക്കുവാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ ശങ്കറിന്റെ ഫ്ലൈറ്റിന് പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യുന്നു. ഇനി രക്ഷയില്ല എന്നുള്ള കാര്യം ശങ്കറിന് മനസ്സിലായി. ശങ്കറിനോട് ഇജക്ട് ചെയ്യുവാനായിട്ട് മേലുദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമെങ്കിലും ശങ്കർ അത് ചെയ്യില്ല. ശങ്കറിനാണെങ്കിൽ ആ ഒരു ഷിപ്പ് മുഴുവൻ തകർക്കണമായിരുന്നു. അതും തന്റെ ജീവൻ കൂടി നശിക്കണമെന്നും ശങ്കർ കരുതിയിരുന്നു. ഉടനെ തന്നെ ശങ്കറിന്റെ ഫ്ലൈറ്റ് ആ ഒരു ഷിപ്പിനെ ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാൻ ഷിപ്പിനെ ലക്ഷ്യമാക്കി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് പോകുന്നത് INS വിജയിൽ നിന്നുകൊണ്ട് മുക്തിയുടെ ഹസ്ബൻഡ് കാണുന്നുണ്ടായിരുന്നു.
അതേസമയം തന്നെ ശങ്കറാണെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഫ്ലൈറ്റ് പാകിസ്ഥാൻ ഷിപ്പിലേക്ക് ഇടിച്ചിറക്കുന്നു. അതോടുകൂടി ഷിപ്പും മുഴുവൻ കത്തി നശിക്കുകയാണ്. ശങ്കർ പറഞ്ഞിരുന്നത് പോലെ ചെയ്തു. താൻ ജീവനോടെ വന്നില്ല എന്നുണ്ടെങ്കിലും മുക്തിയുടെ ഹസ്ബൻഡിനെ അവൻ രക്ഷിക്കുമെന്നും ശങ്കർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ശങ്കർ മരിച്ച അതേ സമയം തന്നെയായിരുന്നു മുക്തി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതും മുക്തി അപ്പോൾ തന്നെ പ്രസവത്തോടുകൂടി മരണപ്പെട്ടു പോകുന്നതും. എന്താണോ ശങ്കർ ശപിച്ചത് മുക്തിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുമെന്ന്, അതുപോലെ തന്നെ അവൾക്കൊരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.